അതായത് ഈ ഗുരുവായൂർ പോലെ ഒരു ആളുകള് പുണ്യപുരാണ ക്ഷേത്രമായി കാണുന്ന വളരെ വിഖ്യാതമായ ഒരു ക്ഷേത്ര നടയിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അതിനകത്തൊരു വോട്ട് കൺസോളിഡേഷൻ ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ അതോ ഓവറോൾ അവർ ലക്ഷ്യം വയ്ക്കുന്ന ഒരു ഐഡിയോളജിയുടെ ഭാഗമായിട്ട്? വളരെ ലളിതമാണ്. താങ്കൾ പറഞ്ഞതുപോലെ അതിനകത്ത് ഒറ്റ ലക്ഷ്യം വോട്ട് കൺസോളിഡേഷൻ, അതായത് ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം. അത് ഇരു മുന്നണികൾക്കുമായി പോയിരുന്നത് നേരെ അദ്ദേഹത്തിന് കിട്ടുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പക്ഷേ ഗോപാലകൃഷ്ണൻ നല്ല വ്യക്തിയാണോ, അദ്ദേഹത്തിന് മതേതര ചിന്തയുണ്ടോ, അദ്ദേഹം പിന്നെ 3 നേരവും എല്ലാ അമ്പലങ്ങളിലും പോകുന്നുണ്ടോ, പള്ളികളിൽ പോകുന്നുണ്ടോ എന്നുള്ളത് അതല്ല ഇവിടുത്തെ വിഷയം. ഈ ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരിടത്ത് അദ്ദേഹം പറഞ്ഞത് 48% ഹൈന്ദവ സമൂഹമുള്ള ഗുരുവായൂരിൽ ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് ഈ 2 മുന്നണികളും ഒരു ഹിന്ദു MLA നിയമസഭയിലേക്ക് അയച്ചിട്ടില്ല എന്നത് അപകടകരമായ ഒരു പ്രവണതയുടെ സൂചന തന്നെയാണ്. അത് കേരളമല്ല ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് സെക്യുലറിസം കൊണ്ട് നടക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരു കാലത്തും വെച്ച് പൊറുപ്പിക്കാൻ കഴിയാത്ത തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം. കേരളം അതികരുത്തൊരു സോഷ്യൽ ഫാബ്രിക്കുള്ള മണ്ണാണ്. ആ മണ്ണിനെ സംശയിക്കുന്നതുകൊണ്ടാണ് ഇത് വലിയ ആനക്കാര്യമല്ല. ഈ മണ്ണ് ബി ഗോപാലകൃഷ്ണനല്ല, അതിനപ്പുറം എന്താണ് അതിന് പരമാവധി വർഗീയ പറഞ്ഞാലും ഈ കേൾക്കാത്ത നാടാണ് ഈ നാട്. ഒരു വിശ്വാസിയുടെ ആംഗിളിൽ പറയട്ടെ, ഇതെല്ലാം ഗുരുവായൂരപ്പൻ കാണുന്നുണ്ട്. അല്ല അതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയിൽ നിന്ന് ഞാൻ ഗുരുവായൂരിലേക്ക് വന്നത് ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ്. ഒന്നാമത് കൊടുങ്ങല്ലൂർ സീറ്റാണ് അദ്ദേഹം പ്രവർത്തനം തുടങ്ങുകയും ചെയ്തിരുന്നു. പക്ഷെ കൊടുങ്ങല്ലൂർ സീറ്റ് കിട്ടിയില്ല. കൊടുങ്ങല്ലൂർ 2020 പോയി. പിന്നെ നേരെ ഗുരുവായൂരിലേക്ക് നമ്മൾ അങ്ങോട്ട് തർക്കിക്കും, നമ്മൾ രാഷ്ട്രീയം പറയും. പക്ഷേ ഇവിടെ വർഗീയത പറഞ്ഞ് കാളകൂടം ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ നാട് അതിനെ ചെറുക്കും. അതാണ് ഇതിന്റെ ചരിത്രം. ആ ചരിത്രം അങ്ങനെ മറുപടി കൊടുത്തിട്ടുണ്ട്. പൊന്നാനിയില് ഹിന്ദുക്കള് ജയിച്ചിട്ടില്ലെന്ന് വി ഡി സതീശൻ മറുപടി കൊടുത്തിട്ടുണ്ട്. പൊന്നാനി ശ്രീരാമകൃഷ്ണൻ അങ്ങനെ എത്രയോ പേർ. കറക്റ്റ്. അല്ല, അഥവാ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഇങ്ങനെ വർഗീയമായിട്ട് മലീമസമാക്കിയെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഉത്തരവാദി നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അല്ലാതെ പുറത്തിറങ്ങി ആരും പറയുന്നില്ലല്ലോ. സാധാരണ മനുഷ്യർക്ക് ഇതൊന്നും വിഷയമല്ലോ. അപ്പൊ നമുക്ക് ഗോപികൃഷ്ണൻ, നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിൽ പോകുന്നതിനേക്കാളും ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം ഡീൽ ഓർ നോ ഡീൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.